ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ക്വാർട്ടറിലെ 9ാമത്തെ പാഠത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ 9ാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ജീവൻ്റെ ഉറവിടം എന്ന തലക്കെട്ടോടുകൂടി ഈ പാഠം നമ്മളിന്ന് ദൈവസന്നിധിയിലിരുന്ന് പഠിക്കുവാൻ പോകുന്നു. എല്ലാവരുടെ ഹൃദയങ്ങളെയും ദൈവം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ മനഃപ്പാഠമാക്കേണ്ട ഒരു വാക്യം ഉണ്ട്. ഒരു വാക്യം മാത്രമല്ല, എല്ലാ വാക്യങ്ങളും മനഃപ്പാഠമാക്കുന്നത് ഏറെ നല്ലത്. എന്നാലും അത് ഇന്ന് നമ്മളോട് കൂടെ ഇന്ന് ഒരാൾ കൂടെ ഉണ്ട് നമ്മുടെ പാഠപഠനത്തിൽ. അത് വളരെ സന്തോഷമുള്ള, വേറൊരാളും കൂടെ ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷമാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ പാഠപഠനത്തിലുള്ളത് നമ്മുടെ നോർത്ത് കേരള സെക്ഷൻ്റെ വിമൻസ് മിനിസ്ട്രി ഡയറക്ടറായ മിസ്സസ് മണിയമ്മ രാജുവാണ്. അപ്പോൾ മണിയമ്മ മിസ്സിനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ മനഃപ്പാഠവാക്യം മിസ് വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6 ഓക്കെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നപ്പ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങളിരുന്ന് അങ്ങയുടെ വചനം ഇന്ന് പഠിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ ചിന്തകളെ അവിടെ നിന്ന് തുറക്കണം പിതാവേ. എല്ലാ കെട്ടുകളും അഴിഞ്ഞിട്ട് പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ തുറന്ന മനസ്സോടെ ഇരുന്ന ആ വചനം ശരിയായി ഗ്രഹിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനും അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെയായിരിക്കുന്ന മണിയമ്മ മിസ്സിനെയും അനുഗ്രഹിക്കണം, കൂടെയിരിക്കണം. ജ്ഞാനത്തിൻ്റെ വചനങ്ങൾ മകളുടെ നാവിലോടെ നിന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശുവപ്പൻ്റെ പുനഃനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മളിന്ന് നമ്മുടെ തലക്കെട്ട് തന്നെ ജീവൻ്റെ ഉറവിടം എന്നാണ് തുടങ്ങുന്നത്. അപ്പം യേശുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയാം. അന്ന് മോശയുടെ മുൻപിൽ വെളിപ്പെടുത്തിയത് നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയുള്ള അതും ആ ഒരു തീമിലുള്ള ഒരു വാക്യമാണ് നമ്മൾ മനഃപ്പാഠവാക്യമാണ് കേട്ടത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെല്ലാം ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട് ഞാൻ ആരൊക്കെ ആകുന്നു എന്നുള്ളത്. അതെല്ലാം നമ്മുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. യേശു ഇപ്പൊ ഈ മനഃപ്പാഠവാക്യത്തിൽ പറഞ്ഞ് ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെ എല്ലാവരും പിതാവിൻ്റെ അടുക്കലെത്തുള്ളൂ. പിന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ട് ഞാൻ ആടുകളുടെ വാതിൽ ഞാനാകുന്നു. അപ്പൊ ആ വാതിലിലൂടെയാണ് ആടുകൾക്ക് പ്രവേശിക്കാനും പോകാനും എല്ലാം സാധിക്കുന്നത്. പിന്നെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, യോഹന്നാൻ 8:12 പറയുന്നു. പിന്നെ ഞാൻ ജീവന്റെ അപ്പമാകുന്നു, അത് യോഹന്നാൻ 6 പറയുന്നു. ആടുകളുടെ വാതിലാകുന്നു എന്നുള്ള 10 പറയുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇതെല്ലാം യേശുവിലൂടെയാണ് നിറവേറുന്നത്. അപ്പോൾ അതാണ് നമ്മളിന്ന് യേശു എത്രമാത്രം നമ്മുടെ രക്ഷാ പദ്ധതിയിൽ യേശു എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണെന്നാണ് നമ്മളിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ വാക്യമാണത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ വാക്യം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഓക്കെ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ ഞായറാഴ്ചത്തെ ഭാഗം തുടങ്ങുന്നത് യേശു ദൈവമാകുന്നു, ദിവ്യപുത്രനാകുന്നു എന്ന് യോഹന്നാൻ വ്യക്തമായി പ്രസ്താവിക്കുന്നു. അപ്പോൾ അതിലാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ദൈവപുത്രനുമായിരുന്നു യേശു, ദൈവവുമായിരുന്നു. അപ്പൊ ദൈവം ആകാനുള്ള കാരണം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെയും യേശുവിൻ്റെയും നേച്ചർ
ഒരേ പ്രകൃതമായിരുന്നു അവർക്ക് രണ്ടുപേർക്ക്. ആ ഡിവൈൻ നേച്ചർ അത് യേശുവിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ ദൈവം എന്ന് പറയുന്നത്. പക്ഷേ യേശു എപ്പോഴും ദൈവപുത്രൻ ആയിരുന്നു. ദൈവപുത്രൻ, പിതാവിനെ പോലെ തന്നെയായിരിക്കും പുത്രൻ. അത് ദൈവത്തിൻ്റെ ഒരു ക്രിയേഷനിലെല്ലാം നമുക്ക് കാണാവുന്ന ഒരു തത്വമാണ്. എന്താണ്, ഏത് സാധനം നട്ടാലും അതിൽ നിന്നുണ്ടാകുന്നത് അത് തന്നെ ആയിരിക്കും. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മത്ത കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്നാണ്. അപ്പം നമ്മൾ ഏത് വിത്താണോ നടുന്നത് അതിൻ്റെ സാദൃശ്യത്തിലായിരിക്കും അതിൻ്റെ ചെറിയ ചെടികൾ മുളച്ചു വരുന്നത്. അതുപോലെ മനുഷ്യർക്ക് മനുഷ്യ കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്, മൃഗങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ അതാണ് ദൈവത്തിൻ്റെ പുതിയ തലമുറയെ ഉണ്ടാകുന്നതിനുള്ള തത്വം. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലുള്ളതാണ്. അതത് തരം ചെടികൾ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് അതത് ചെടികൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞത്. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ തത്വം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിൽ കാണും. പരിണാമ സിദ്ധാന്തം, എവല്യൂഷണറി തിയറി അതിന് നേരെ എതിരാ. നമ്മൾ വേറെ ഒന്നിൽ നിന്ന് രൂപം പ്രാപിച്ച് വേറെ ഒന്നായി അവസാനം കുരങ്ങിൽ നിന്നും മനുഷ്യനായി എന്ന് പറയുന്നു. പക്ഷെ അതെല്ലാം ഭയങ്കര ബ്ലണ്ടറായിട്ടുള്ള കാര്യങ്ങളാണത്. ദൈവത്തിൻ്റെ തത്വം ഇങ്ങനെയാണ് പോകുന്നത്. അതാണ് ദൈവത്തിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ അതേ നേച്ചറാണ് ആകുന്നത് നേച്ചറാണ്. അതുകൊണ്ടാണ് യേശു ദൈവവുമാണ് ദൈവത്തിൻ്റെ പുത്രനുമാണെന്ന് പറയുന്നത്. അത് നമുക്കും ആ നേച്ചർ, അത് നമ്മൾ രക്ഷയിലേക്ക് വരുമ്പോൾ അറിയാം. ആ ഒരു നേച്ചർ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും രക്ഷ പ്രാപിക്കുന്നത്. രക്ഷയുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ദൈവത്തിന് അത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ യേശു ദൈവമാവുന്നു ദൈവപുത്രനാവുന്നു എന്ന് യോഹന്നാൻ വ്യക്തമായി പ്രസ്താവിക്കുക. അതിൻ്റെ കാരണം എന്താ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇപ്പോൾ മിസ് വായിച്ചതാണത്. അത് 1:14 1:4 ഇവിടെ 14 എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജീവൻ അല്ലെങ്കിൽ ദിവ്യജീവൻ എന്ന് പറയുന്നത് അത് വേറെ ആളിൽ നിന്ന് എടുത്തതല്ല, പക്ഷെ പിതാവിൽ നിന്ന് ലഭിച്ചതാണ്. കാരണം പിതാവാണ് എല്ലാത്തിൻ്റെ ഉറവിടം എന്ന് നമ്മൾ 1 കൊരിന്ത്യർ 8:6 വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 8:6 നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അപ്പൊ ഇതിൽ പറയുന്ന എല്ലാത്തിനും കാരണഭൂതൻ അത് പിതാവായ ദൈവമാണ്. ദ സോഴ്സ് ഓഫ് എവറിത്തിങ്, എല്ലാത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ആ ജീവനാണ് യേശു ക്രിസ്തുവില് ദൈവം നൽകിയിരിക്കുന്നത്. അത് നമ്മൾ വേറൊരു വാക്യം ഇതിൽ ഇപ്രാവശ്യം വായിക്കുന്നുണ്ട്. പിന്നെ 1 യോഹന്നാൻ 1:3 വാക്യത്തിൽ അവനിൽ നിത്യജീവൻ, അവനിൽ ഉണ്ടായിരുന്ന നിത്യജീവനെ ഞങ്ങൾ കണ്ണാൽ കണ്ടതും ചെവിയാൽ കേട്ടതും ഞങ്ങൾ തൊട്ടതും അറിഞ്ഞതുമായ നിത്യജീവൻ എന്നാണ് പറയുന്നത്. അത് പിതാവിൽ നിന്നും യേശുക്രിസ്തുവിലുണ്ട്. ആ ജീവനാണ് നമുക്ക് നൽകുന്നത്. ഓക്കെ, ഇനി ഈ ജീവനെ കുറിച്ച്, ഈ ജീവൻ എന്നുള്ള വാക്ക് ഗ്രീക്ക് പദത്തിൽ നിന്നാണോ? അത് ഒന്ന് വായിക്കുന്നത്. ജീവൻ എന്ന ഈ പദം സോയി 36 പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണപ്പെടുന്നു. അത് പുതിയ നിയമത്തിൽ ആകെയുള്ളതിൻ്റെ 25%. യോഹന്നാൻ 1:4-5 ജീവന്റെ പരാമർശം ഈ ഗ്രഹത്തിലെ ജീവൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അത് രക്ഷയുമായും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ശേഷിക്കുന്ന മുഴുവൻ സുവിശേഷ ഭാഗങ്ങളിലും ജീവൻ എന്ന ആശയം, സോയി അഥവാ നിത്യജീവൻ, രക്ഷയുടെ വാഗ്ദാനമാണ്. പലപ്പോഴും അധികവും കാണപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കുറെ വാക്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യോഹന്നാൻ 3:16 നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന്. അങ്ങനെ സൃഷ്ടിപ്പിൽ ജീവൻ നൽകിയവൻ തന്നെയാണ് നഷ്ടപ്പെട്ട ലോകത്തിന് രക്ഷ അഥവാ നിത്യജീവൻ കൊണ്ടുവരുന്നത്. ഓക്കെ,
അപ്പൊ ഈ സോയി എന്നുള്ള പദം ഗ്രീക്ക് പദമാണ്. അതിൽ നിന്നാണ് ആ പദത്തിന്റെ അർത്ഥമാണ് ജീവൻ എന്നുള്ള വാക്ക്. ഓക്കെ, അത് കൂടുതലും യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ആ വാക്ക് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം ഈ ഞായറാഴ്ചത്തെ പാഠത്തിലുള്ള യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? അത് യോഹന്നാൻ 1:29 നമുക്ക് കാണാതെ അറിയാവുന്നതാ. സ്നാപകയോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഈ ലോകത്തിന്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരമാകാനായിട്ടാണ്. അത്ര നാളും കഴിച്ചു വന്നിരുന്ന യാഗങ്ങൾക്കൊന്നും ഒരു പരിഹാരവും കാണാനായിട്ട് കഴിഞ്ഞില്ല. അവരിന്ന് യാഗം കഴിക്കും, പിറ്റേ ദിവസവും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കും, വീണ്ടും കൊണ്ടുവന്ന് യാഗം കഴിക്കും. അങ്ങനെയായിരുന്നു പഴയ ഉടമ്പടിയിൽ അല്ലെ യേശു വരുന്നതിന് മുൻപ് വരെയും നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ യേശു വന്നത് ഇതിനൊരു അറുതി വരുത്താൻ, അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ. ഇംഗ്ലീഷിൽ പറഞ്ഞ ഹി കെയിം ടു ടേക്ക് അവേ സിൻ എന്നാണ്. പാപത്തെ എടുത്ത് കളയുവാനായിട്ടാണ് യേശു ക്രിസ്തു വന്നതെന്ന് നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. യോഹന്നാൻ 3:14-15. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ നിത്യജീവൻ കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പിച്ചള സർപ്പത്തെ നോക്കുന്നത് അതൊരു പ്രതീകമായിട്ട് ദൈവം കാണിക്കുകയാണ്. കാരണം ആ മരുഭൂമിയിൽ ആ സംഭവം എല്ലാം നിങ്ങൾ സംഖ്യാപുസ്തകത്തിൽ അത് ഉണ്ട്. ശരിക്കുള്ള 21-ാം അധ്യായത്തിലാണ് തോന്നുന്നു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മോശ അന്ന് പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതിനെ നോക്കിയവരാണ് രക്ഷ പ്രാപിച്ചത്. കാരണം ഈ സർപ്പം അവർ കടിയേറ്റത് എന്തിനാണ്? സർപ്പത്താലുള്ള കടിയേറ്റിട്ടാണ് അവർ മരിച്ചത്. അപ്പൊ സർപ്പം അവിടെ കാണിക്കുന്ന എന്തിന്റെ പ്രതീകമായിട്ടാണെന്നറിയോ? പാപത്തിന്റെ പ്രതീകമായിട്ടാണ് കാണിക്കുന്നത്. റോമർ 5 പറയുന്നുണ്ട്, ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ വന്നു. അപ്പൊ സർപ്പം കാണിക്കുന്നത് പാപത്തെയാണ്. ആ പാപത്തിന്റെ കടിയേറ്റിട്ടാണ് അവർ മരിച്ചത്. അപ്പൊ എന്താണ് പിന്നെ അതിന് പരിഹാരം എന്ന് പറയുന്നത്? ദൈവം വേറൊരാളെ പാപമാക്കിയത്. അതാണ് പിച്ചള സർപ്പത്തെ കാണിക്കുന്നത്. യേശുവിന്റെ പ്രതീകമായിട്ട് പിച്ചള സർപ്പം. അത് ജീവനുള്ള ശരിക്കുള്ള പാപമല്ല, അത് ആ രൂപത്തില് അവരുണ്ടാക്കി വെച്ചതാണ് പിച്ചള സർപ്പം. ശരിക്കുള്ള സർപ്പമല്ല, പിച്ചള സർപ്പം അവരുണ്ടാക്കി വെച്ചത്. അതാണ് അവിടെ കാണിക്കുന്നത്. യേശുവിനെ പിതാവ് ക്രൂശിന്മേൽ അവനെ പാപമാക്കി എന്ന് നമ്മൾ റോമരുടെ ലേഖനത്തിലാണെന്ന് തോന്നുന്നു. അത് 5:21 ഞാൻ റോമരുടെ ലേഖനമാണ്. വേറൊരു ഭാഗത്തെയാണ്. അല്ല, ദൈവം യേശുവിനെ പാപമാക്കി എന്ന് പറയുന്ന ഒരു വാക്യം. അപ്പോൾ അങ്ങനെ അതാണ് യേശുവിന്റെ പ്രതീകമാണെന്ന് പറയാൻ കാരണം പിച്ചള സർപ്പം. അപ്പൊ ആ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നോക്കിയ അന്ന് അവര് രക്ഷപ്പെട്ടത് നോക്കിയപ്പോഴാണ്. അതിനെ നിങ്ങൾ അതിലേക്ക് ദൃഷ്ടി തിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ ഒരു പുതിയ ഉടമ്പടിയിലെ ഒരു പദ്ധതിയാണ് അവിടെ കാണിച്ചത്. രക്ഷയുടെ മാർഗമാണ് അവിടെ കാണിച്ചത്, യേശുവിനെ നോക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ നമ്മൾ വെറുതെ യേശുവിനെ നോക്കിയാൽ മാത്രം പോരാ. ആ യേശുവിനെ നോക്കി ആ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുക, യേശുവിൻ്റെ തത്വങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് യേശു നമ്മുടെ ഹൃദയത്തിൽ വരാൻ അനുവദിക്കുക മാത്രം നമ്മൾ ചെയ്യുക. അപ്പം നമ്മുടെ ജീവിതം രക്ഷ പ്രാപിക്കും. കാരണം അവനിലാണ് നിത്യജീവൻ ഉള്ളത്, യേശുവിലാണ് നിത്യജീവൻ ഉള്ളത്. നമുക്ക് യേശു ഈ ഭൂമിയിൽ വന്നത് തന്നെ യോഹന്നാൻ 10:10 പറയുന്ന അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ധാരാളമായി ഉണ്ടാകണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതാണ് യോഹന്നാൻ 10:10 പറയുന്നത്. ഇതിൽ 2 കാര്യം പറയുന്നുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനും ദൈവമക്കൾ ആകുവാൻ ദൈവം അധികാരം കൊടുത്തു. 2 കാര്യം ചെയ്യണം. അവനെ കൈക്കൊള്ളണം. കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, യേശുവിനെ സ്വീകരിക്കുകയും പൂർണ്ണമായിട്ടും യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തോടുകൂടെ
നടക്കുമ്പോഴാണ് നമ്മൾ രക്ഷയിലാകുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുന്നത്. ഓക്കെ, ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുവാൻ വന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനെ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞു അല്ലെ, യുഗങ്ങളുടെ പ്രത്യാശ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ തേജസ് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ് യേശു വന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്താനായിട്ടാണ് വന്നത്. കാരണം വേറെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ഈ മേലിൽ നിന്നുള്ളവൻ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ളവൻ മാത്രമാണ് ദൈവത്തെ കണ്ടിട്ടുള്ളത്. ആ കണ്ടിട്ടുള്ളതിന് സാക്ഷ്യം പറയുകയാണ് യേശു ചെയ്തത്. അപ്പോൾ എന്തിനാണ് ഈ ദൈവത്തിൻ്റെ സ്വഭാവം ഇവിടെ യേശുക്രിസ്തു വെളിപ്പെടുത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അങ്ങനെ ഒരു ആവശ്യം വന്നത് എങ്ങനെയായിരുന്നു? അതാണ് പിശാച് ഈ ഭൂമിയിൽ ചെയ്ത് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവത്തെ അവൻ വളരെ വികലമായിട്ടാണ് മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ദൈവം ഭയങ്കര കള്ളം പറയുന്നവനാണ്, ദൈവം ഒരു സ്വച്ഛാധിപതിയാണ്, നിങ്ങളുടെ നന്മയൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആരാണെങ്കിൽ നിങ്ങളും ദൈവത്തെ പോലെ ആകാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെയല്ല ചെയ്തത്. പിശാച് അവയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇത് തിന്നുകയാണെങ്കിൽ, ഇത്രയും നാളും നിന്റെ ദൈവം എന്ന് പറയുന്ന ആള് പറഞ്ഞത് തിന്നരുത്, തിന്നാൻ മരിക്കും. പക്ഷെ ഇതാ ഞാൻ തിന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ മരിക്കില്ല, നിശ്ചയമായിട്ട് നിങ്ങൾ മരിക്കില്ല. പിന്നെ എന്ത് സംഭവിക്കും? ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ, നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആയിത്തീരും എന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ അത് ദൈവം അറിയുന്നു എന്നും കൂടെ പറഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദൈവത്തിനറിയാം. ഇത് തിന്നാൽ അങ്ങനെ വരും, അതുകൊണ്ട് നിങ്ങളിത് തിന്നണം എന്നാണ് പിശാച് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ എല്ലാം വളരെ വികലമാക്കിയാണ് അവൻ ഓരോ പ്രാവശ്യവും അവതരിപ്പിക്കുന്നത്. നമ്മൾ യോബിന്റെ കാര്യം എടുത്താലും അവൻ ദൈവത്തെയാണ് ചോദ്യം ചെയ്യുന്നത്, അല്ലെ ദൈവത്തെയാണ് അന്ന് പിശാച് പറയുന്നത്, നീ ഇവനെല്ലാം കൊടുത്തിട്ടാണ് ഇവൻ നിന്നെ ആരാധിക്കുന്നത്. അപ്പൊ അങ്ങനെയും ദൈവത്തിന്റെ സ്വഭാവത്തെ എന്ന് വെച്ചാൽ ദൈവം അനുഗ്രഹം കൊടുക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കുള്ളൂ, അല്ലെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കുവാണ് എന്നൊക്കെയാണ് അവൻ ഈ ലോകത്തിൽ എല്ലായിടത്തും പ്രചരിപ്പിക്കും. ഇപ്പോഴും നമുക്ക് കാണാം, നിരീശ്വരവാദികളായിട്ടുള്ള പലരും ഇവന്റെ ചില തത്വങ്ങളാണ് എടുത്ത് പറയുന്നത് ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ആ ദൈവം ഇങ്ങനെയുള്ള ദൈവമല്ല എന്ന് കാണിക്കാൻ യേശുവിന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്, നിങ്ങളെല്ലാവരും ഭൗമികരാണ്, ഈ പ്രവാചകന്മാരെല്ലാവരും ഈ ഭൂമിയിൽ നിന്നുള്ളവരാണ്, അവർക്ക് ദൈവം അരുളി ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാ, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടിട്ടുണ്ട്, എൻ്റെ ദൈവത്തിന് സാക്ഷ്യം പറയാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് പറഞ്ഞ പിതാവിനെ വേറെ ആരും കണ്ടിട്ടില്ല. അതാണ് യേശുവിന് മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവം ആരെന്ന് വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് വെളിപ്പെടുത്താനായിട്ട് യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇവിടെ ഒരു ചോദ്യമുണ്ട്, പിതാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത്? എന്താണ് പിതാവിൻ്റെ സ്വഭാവം? അതെന്താണ് യേശു എങ്ങനെ വന്ന് ചെയ്തത് എന്ന് പറയാൻ പറ്റും? ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിക്കുകയുണ്ടായി, നിന്റെ തേജസ് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന്. തേജസ് എന്ന് പറഞ്ഞാൽ സ്വഭാവം അല്ലേ? ദൈവത്തിന്റെ തേജസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനുത്തരമായിട്ട് ദൈവം മോശയോട് പറയുന്നു, പുറപ്പാട് പുസ്തകം 34-ന്റെ 6-7 വാക്യങ്ങളിലാണ്, യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഇവിടെ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സ്വഭാവം തന്നെയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ
നമുക്ക് കാണുവാനും സാക്ഷ്യമാക്കുവാനും സാധിച്ചത്. അപ്പോൾ ഈ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം എന്തെന്ന് മോശയോട് വെളിപ്പെടുത്തിയ ആ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് യേശുവിൽ കാണാമായിരുന്നു. ദയയും മനസ്സലിവും കരുണയും കൃപയും എല്ലാം നിറഞ്ഞവനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 61 68 വരെ വായിക്കും. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്ന് തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവൻ എന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. അപ്പൊ മെയിനായിട്ടും ഈ ഇന്നത്തെ തിങ്കളാഴ്ചത്തെ പാഠത്തില് നമ്മൾ പരാമർശിക്കുന്നത് ഈ പത്രോസ് നൽകിയ മറുപടിയുടെ അർത്ഥം എന്താണെന്നുള്ളതാണ്. അവസാനം പത്രോസ് എന്തായിരുന്നു ഒരു മറുപടി പറഞ്ഞത്? ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഓക്കെ, അതെന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. യേശു ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എപ്പോഴും തൻ്റെ വാക്കുകൾ അവർക്ക് രക്ഷ നൽകുന്ന വാക്കുകളായിരുന്നു എപ്പോഴും സംസാരിക്കുമ്പോഴും പറയുന്നത്. കാരണം യേശുവിൻ്റെ ലക്ഷ്യം അത് മാത്രമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 6-ാം അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചത്. 6-ാം അധ്യായത്തിൽ വേറൊരു ഭാഗത്ത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ ജീവിതം, മരണം, ഉയർപ്പ് ഇതെല്ലാം നിത്യജീവന്റെ ഉറവിടമാണ്. അതാണ് ഞാൻ ജീവന്റെ അപ്പം. നിങ്ങൾക്ക് ജീവൻ ലഭിക്കണം, ഈ അപ്പത്തെ നിങ്ങൾ ഭക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ ജീവനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. തിരുവത്താഴ സമയത്തും യേശു പറയുന്നുണ്ടല്ല, പാനപാത്രം എടുത്തിട്ട് അപ്പം എടുത്തിട്ടും നിങ്ങളിത് ഭക്ഷിക്കുക, നിങ്ങളിത് പാനം ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളിത് ഹൃദയത്തിൽ സ്വീകരിക്കുക, അല്ലെ നിങ്ങളുടെ ഉള്ളിൽ ഇത് എടുക്കണം എന്നാണ്. അതിലൂടെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ രക്ഷ കൊണ്ടുവരുന്ന ജീവദായക ശക്തിയെ, നമ്മുടെ കർത്താവിന്റെ വീണ്ടുവരവിൽ നമുക്കുണ്ടാകുന്ന അന്തമില്ലാത്ത ജീവനെയുമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഈ ജീവനിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായിട്ടും തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണം. അപ്പൊ ഈ വിശ്വസിക്കുക എന്നുള്ളതിന്റെ അതിന് ഇച്ചിരി ആഴമേറിയ അർത്ഥമുണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ പലരും ഈ ലോകത്തിലുള്ള പലരും പറയുന്നുണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാല്, ഞങ്ങൾ എല്ലാവരും വിശ്വാസികളാണ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെ വിശ്വസിക്കുകയാണെങ്കിൽ അയാളുടെ തത്വങ്ങളും എല്ലാം നമ്മളുടെ ഹൃദയത്തിൽ ഇത് സത്യമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് അതിൽ വിശ്വാസമാകുന്നത്. അത് മനസ്സിലാകുന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ വേറൊരു വാക്യം പറയുന്നുണ്ട്, എബ്രായർ 4:2. എബ്രായർ 4:2 ഒരു വാക്യം കൂടി വായിക്കാം. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഓക്കെ, അപ്പോ നമ്മളെല്ലാവരും യേശുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഈ ലോകത്തുള്ള ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ അവരൊന്നും വിശ്വാസികളായി തീർന്നിട്ടില്ല. അവർ വിശ്വസിക്കുന്നില്ല. കാരണം കേൾവിയല്ല വിശ്വാസം. കേൾവി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. കാരണം റോമർ 10:17 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും
കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നതിലൂടെയാണ് വിശ്വാസം വരേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. പക്ഷെ അവിടെ മാത്രം നിന്നു പോയാൽ ശരിയാവത്തില്ല. വിശ്വാസമായി പരിണമിക്കണം എന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. എന്ന് പറഞ്ഞാൽ ആ കേട്ടത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമ്പോഴാണ് അത് വിശ്വാസമാകുന്നത്. അപ്പോഴാണ് അത് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വിശ്വാസമാകുന്നത്. അപ്പോഴാണ് നമ്മൾ നിത്യജീവനിൽ ഓഹരിക്കാരായി മാറുന്നത്. ഇനി ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി ഇതിലുണ്ട്. മിസ് ഇതൊന്ന് വായിക്കണം. ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി പത്രോസ് നൽകിയ മറുപടിയുടെ അർത്ഥമുണ്ട്. കാരണം യേശു എൻ്റെ മാംസം തിന്നെ എൻ്റെ രക്തം നിങ്ങൾ കുടിക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും യേശുവിനെ വിട്ടുപോയി. ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞിട്ട് പല ശിഷ്യന്മാരും പോയി. പക്ഷെ ഈ 12 പേര് പോയില്ല. 12 ശിഷ്യന്മാരും അപ്പോഴും യേശുവിനോട് ചേർന്ന് നിന്നു. അപ്പൊ യേശു ചോദിക്കുകയെന്ന് വളരെ വിഷമത്തോടു കൂടി, നിങ്ങൾക്കും പോകാൻ ആഗ്രഹമുണ്ടോ? എന്നെ വിട്ടു പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് യേശു ചോദിച്ചപ്പോ പത്രോസ് എന്താ പറഞ്ഞത്? നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലല്ലേ ഉള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വായിക്കാം. പത്രോസും തന്നെ വിട്ടു പോകുമോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും എന്നായിരുന്നു പത്രോസിന്റെ മറുപടി. നിത്യജീവന്റെ വചനം അങ്ങയുടെ പക്കലുണ്ട്. ഇത് രക്ഷയുടെ സത്തയെയും നാം അതിനെ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെയും കവചം അണിയിക്കുന്നു. തത്വശാസ്ത്രം, ചരിത്രം, ശാസ്ത്രം തുടങ്ങി ജ്ഞാനശാഖകളിൽ നിന്നൊന്നുമല്ല ഇത് വന്നു ചേരുന്നത്. യേശുവിൽ നിന്ന് മാത്രം അത് വരുന്നു. ആ യേശുവിൽ നിത്യജീവനുണ്ട്. അത് യേശു എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനോട് അനുകൂലമായി പ്രതികരിക്കുന്നവർക്ക് അത് ലഭിക്കും. ഓക്കെ. അപ്പോൾ ഈ നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മൾ തത്വശാസ്ത്രം പഠിച്ചാലോ ചരിത്രം പഠിച്ചാലും ശാസ്ത്രം പഠിച്ചാലും ഇതിൽ നിന്നൊന്നും നമുക്ക് നിത്യജീവൻ ലഭിക്കില്ല. അതാണ് പത്രോസ് പറഞ്ഞത്. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലേ ഉള്ളൂ. യേശു പറയുന്ന ഓരോ വചനങ്ങളും നമ്മളെ നിത്യജീവനിലേക്ക് അടുപ്പിക്കുന്ന വചനങ്ങളായിരുന്നു യേശുവിൽ നിന്ന് വന്നത്. അത് വേറെ ആർക്കും പറയാനും പറ്റത്തില്ല. ഈ ഭൂമിയിലുള്ള വലിയ വിദ്യാഭ്യാസമുള്ള ജ്ഞാനികളായിട്ടുള്ളവരെല്ലാവരും പറയും ഈ മതത്തിലൊക്കെ വിശ്വസിക്കുന്ന മണ്ടത്തരമാണ്, മണ്ടന്മാരാണ് വിശ്വസിക്കുന്നതെന്നൊക്കെ. പക്ഷെ ഈ ശാസ്ത്രത്തിനൊന്നും മനസ്സിലാകാത്തതാണ് ദൈവം തരുന്ന ഈ ഒരു ദാനം എന്ന് പറയുന്നത് നിത്യജീവൻ. അത് യേശുവിൽ നിന്ന് മാത്രം അത് വരുന്നു. കാരണം അത് യേശുവിലുണ്ട്. ആ നിത്യജീവനാണ് യേശുവിലുള്ളത്. അതാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നതിന് അനുകൂലമായിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് അതിന് നമ്മൾ യോഗ്യരാകുന്നത്. ഇനി നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് നോക്കാം. വിശ്വാസവും പുതുജനനവും എന്ന തലക്കെട്ടോടുകൂടിയ ചൊവ്വാഴ്ചത്തെ ഭാഗം. ഈ പാഠത്തിലെ പ്രധാന ചോദ്യം ഇതാണ്: ക്രിസ്ത്യാനി ആയിത്തീരുന്നതിന് എന്തൊക്കെ നടപടികൾ? ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവമക്കൾ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അനുയായി അല്ലെങ്കിൽ ദൈവമക്കൾ, ക്രിസ്തുവിൻ്റെ അനുയായിത്തീരുന്നവരെല്ലാം ദൈവമക്കളായിരിക്കും. അതിനുള്ള നടപടികൾ എന്തൊക്കെയാണ്? അത് 1 യോഹന്നാൻ 12:13 1 യോഹന്നാൻ അല്ലെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 അതിപ്രകാരം വായിക്കുന്നു: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഓക്കെ. അപ്പൊ അതാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിത്തീരാൻ അല്ലെ ദൈവമക്കളാകുവാനുള്ള ആ ഒരു ബേസിക് നീഡ്സ്. അതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അത് ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എന്തിനാണ് ഈ സുവിശേഷം എഴുതിയതെന്ന് അതിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ ഈ പുസ്തകത്തിൽ, നമ്മുടെ പാഠപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്യം തെറ്റാണ്. 20-23 അല്ല, 20-31 ആക്കണത്. ഓക്കെ.
ഇപ്പൊ നേരത്തെ നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 രണ്ട് കാര്യങ്ങൾ, രണ്ട് പടികളാണ്. ഒന്ന്, നമ്മൾ യേശുവിനെ സ്വീകരിക്കണം, അതാണ് അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് അവനെ സ്വീകരിക്കണം, യേശുവിൽ വിശ്വസിക്കണം. പിന്നെ രണ്ടാമത് ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് അധികാരം നൽകുന്നു. ദൈവം അപ്പോൾ നമുക്ക് ശക്തി തരേണ്. അധികാരം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ശക്തി എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ പവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ശക്തി തരിക. കാരണം ശക്തി നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള ശക്തിയിൽ നമുക്ക് പിശാചിൽ നിന്നുള്ള വിടുതൽ കിട്ടത്തില്ല. അവൻ്റെ ആ കെട്ടുപാടിൽ നമ്മൾ വീണ് കിടക്കുക. നമ്മുടെ പല സ്വഭാവങ്ങളും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ ശക്തി നമുക്ക് വേണം. അതാണ് അവിടെ നമുക്ക് തരും. ദൈവമക്കളാകുവാനുള്ള അധികാരം തരിക എന്ന് പറഞ്ഞാൽ ആ ഒരു ശക്തി തരും, പിശാചിനെ അതിജീവിക്കാനുള്ള ശക്തി തരിക. അത് യേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് എന്നെ സ്വീകരിക്കുകയും ചെയ്യണം. വിശ്വസിച്ച മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്കിതിന് നമ്മളെ ഭാഗമാക്കുന്നത്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ദാനമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. എലൻ ജി വൈറ്റിന്റെ ഒരു ഭാഗം ഫണ്ടമെന്റൽസ് ഓഫ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷനിൽ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൽ സത്യവും നിലനിൽക്കുന്നതുമായ ഒരു വിശ്വാസം ഉണ്ടാകണം. വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വിധം നാം ക്രിസ്തുവിനെ അറിയണം. പിന്നെ വേറെ ബൈബിൾ കമന്ററിയിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവ് മനുഷ്യ മനസ്സിന്മേൽ പ്രവർത്തിച്ച് പ്രകാശിതമാക്കിക്കൊണ്ട് ദൈവത്തിൽ വിശ്വാസം സൃഷ്ടിക്കുന്നു. യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിന്മേൽ പ്രവർത്തിച്ചിട്ട് പ്രകാശിതമാക്കിക്കൊണ്ട് ദൈവത്തിൽ വിശ്വാസം സൃഷ്ടിക്കുന്നു. അപ്പൊ അതാണ് വിശ്വാസത്തിൻ്റെ ആ ഒരു പ്രാധാന്യം. പുത്രനെ മശിഹായെ വിശ്വസിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നവർ നിത്യജീവൻ പ്രാപിക്കുന്നു. ഓക്കെ, അപ്പൊ യേശുവിലെ രക്ഷയുടെ എന്ത് തത്വമാണ് നമ്മൾ റോമർ 8:16 കാണുന്നത്? നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ഓക്കെ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോടുകൂടെ ചേർന്ന് സാക്ഷ്യം പറയുക. കാരണം നമ്മൾ ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആയിത്തീരുകയാണ് ദൈവമക്കളാകുന്നു എന്ന് സാക്ഷ്യം പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വിശ്വാസമാണ് അതിന് വേണ്ടത്. യേശുവിൻ്റെ ദൈവമക്കളായി തീരുവാനായിട്ട് നമുക്ക് വിശ്വാസമാണ് വേണ്ടത്. അത് ഇവിടെ ഒരു മിസ്സിസ് വൈറ്റിന്റെ കൊട്ടേഷനുണ്ട്. അത് ഇങ്ങനെ വായിക്കുന്നത് എന്താണ്, ഹെവൻലി പ്ലേസസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതൊരു രാവിലെ വായിക്കേണ്ട പ്രാർത്ഥനയ്ക്കുള്ള ഒരു പുസ്തകമാണ്, ഹെവൻലി പ്ലേസസ്. അതിൻ്റെ 104-ാമത്തെ പേജിലുണ്ട്. അതിങ്ങനെയാണ്, ആ കൊട്ടേഷൻ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്. Faith is the great blessing, the eye that sees, the ear that hears, the feet that run, the hand that grasp. It is the means, not the end. ഓക്കെ, അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു ഭയങ്കര അനുഗ്രഹം എന്നാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും നമ്മൾ അതിനായിട്ട് ഓടുകയൊക്കെ ചെയ്ത് നമ്മളത് പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത്. നിത്യജീവൻ പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. കണ്ടോ, വിശ്വാസത്തോടുള്ള മനുഷ്യരുടെ കാഴ്ചപ്പാട്, അതിന് നാം ഒരു അടിസ്ഥാനം കണ്ടെത്തണം. അതായത് വിശ്വാസത്തിനുള്ള വ്യവസ്ഥകൾ കണ്ടെത്തണം, എന്നിട്ട് വേണം വിശ്വസിക്കുവാൻ എന്ന് പ്രസ്താവിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ വിശ്വാസമാണ് അടിസ്ഥാനം. അതൊരു ദൈവദാനം എന്ന് ബൈബിൾ അടിസ്ഥാനമാക്കിയ സമീപനം പ്രസ്താവിക്കുന്നു. എഫേസ്യർ 2:8 വായിച്ചു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. ഓക്കെ, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ഓക്കെ, ഇത് 1 കൊരിന്ത്യർ 11:18 തുടങ്ങിയൊന്ന് വായിക്കും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും.
എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി ഇല്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. യെസ്, അപ്പോൾ യേശുവാണ് ദൈവശക്തിയും ദൈവദാനവും എല്ലാം യേശു തന്നെയാണ്. അപ്പോൾ ആ യേശുവിനെ സ്വീകരിക്കുന്നതാണ് നമ്മുടെ നിത്യജീവൻ. പൗലോസ് ഇതായിരുന്നു, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ വേറൊന്നും അറിയുന്നവനായിട്ടിരിക്കാൻ ആഗ്രഹിച്ചില്ല പൗലോസ്. അപ്പോൾ അതിലാണ് നമ്മുടെ രക്ഷ ഇരിക്കുന്നത്. അത് നമുക്ക് ലഭിക്കുന്ന കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഈ നമ്മളിൽ വിശ്വാസം ഉണ്ടാകുവാനും ദൈവത്തിന്റെ കൃപ മൂലമാണ് നമ്മളിലും വിശ്വാസം ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ അടിസ്ഥാനം, വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ഭാഗം നമ്മൾ നോക്കും, ജീവന്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നത്. അതൊരു വലിയ വിഷമകരമായ ഒരു കാര്യമാണ്. ജീവന്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നത്. നിത്യജീവൻ എവിടെ നിന്നാണോ ലഭിക്കുന്നത്, ആ ഉറവ്, ആ സ്രോതസ്, അതിനെ നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാം. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യോഹന്നാൻ 1-ാം അധ്യായത്തിൽ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചം, അതിനു മുമ്പ് നമ്മൾ വായിച്ചത്, അവൻ ലോകത്തിൽ എന്താണ് 4-ാമത്തെ അധ്യായം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഓക്കെ, അപ്പൊ ഇരുളെന്ന് പറയുന്നത് പാപത്തെയാണ് കാണിക്കുന്നത്. ഈ ലോകത്തില് യേശുക്രിസ്തു വരുന്നതിന് മുമ്പുള്ള ആ സമയം എന്ന് പറഞ്ഞാൽ ഇരുണ്ട സമയമാണ്. എല്ലാവരും പാപത്തില് മുഴുകി, അല്ലെ പാപത്തിൽ അടിമപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ യേശു വന്നപ്പോ അവനിൽ നിത്യജീവനുണ്ടായിരുന്നു. ആ ജീവൻ എന്ന് പറയുന്ന മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നിത്യജീവനിലേക്ക് വരാനുള്ള പാത കാണിക്കുന്ന ഒരു വെളിച്ചമായിരുന്നു യേശുവിൻ്റെ ജീവിതം. അത് ലോകത്തിൽ വന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. എന്ന് പറഞ്ഞാൽ യേശുവിനെ ഓവർകം ചെയ്യാൻ, ആ വെളിച്ചത്തെ ഓവർകം ചെയ്യാനായിട്ട് പാപത്തിന് സാധിച്ചിട്ടില്ല. പക്ഷെ പാപത്തെ ഓവർകം ചെയ്യാൻ ആ യേശു എന്ന വെളിച്ചത്തിന് സാധിച്ചു. നമുക്കറിയാം, ഒരു പ്രാവശ്യം പോലും പാപത്തിന് അടിമപ്പെട്ടില്ല യേശു. ആ പാപത്തിനെ എപ്പോഴും ഓവർകം ചെയ്തിരിക്കുക. പക്ഷെ ഈ പാപത്തിന് അല്ലെങ്കിൽ ഈ ഇരുളിന് യേശുവിനെ അതിജീവിക്കാൻ പറ്റിയില്ല, ഈ വെളിച്ചത്തെ പിടിച്ചടക്കാൻ പറ്റിയില്ല. എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും അതിന് കീഴ്പ്പെട്ടില്ല, അല്ലെങ്കിൽ അതിന് അടിമപ്പെട്ടില്ല യേശു. അതാണ് ആ വാക്യത്തിൽ പറയുന്നത്. പിന്നെ അവിടുത്തെ പ്രയാസം എന്ന് പറയുന്നത്, സങ്കടം എന്നുള്ള കാര്യം കഴിഞ്ഞ ഇതിൽ നമ്മൾ വായിച്ചു. ഈ 1-ാം അധ്യായത്തിൽ തന്നെ 10-ാമത്തെ വാക്യം, യോഹന്നാൻ 1:10. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. ഇതാണ് പ്രശ്നം. ജീവന്റെ ഉറവയെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ജീവന്റെ ഉറവയെ എത്രമാത്രം നാശമാണ് അവർക്ക് വരുന്നത്, നാശത്തിലേക്ക് പോവുകയാണ്. ലോകം സൃഷ്ടിച്ച ദൈവമാണ് ഈ ലോകത്തിൽ വന്നിട്ട് ആരും അവനെ അറിഞ്ഞില്ല, കൈക്കൊണ്ടുമില്ല. അറിഞ്ഞവരുണ്ടായിരുന്നു, അവർ കൈക്കൊണ്ടുകയും ചെയ്തു. ഓക്കെ, അതുകൊണ്ട് എന്നും പൗലോസും നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്, നിങ്ങളുടെ ആ ധൈര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ത്യജിച്ച് കളയരുത് എന്നാണ് പറയുന്നത്. നാം പലവട്ടം കണ്ടതുപോലെ മനുഷ്യർ യേശുവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കാതിരുന്നത് കൊണ്ട് ക്രിസ്തു തള്ളിക്കളയപ്പെട്ടു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു, യേശു ക്രിസ്തു ഈ മിശിഹായാണെന്ന് എല്ലാ തിരുവെഴുത്തുകളിലും പറയുന്നുണ്ടായിരുന്നു. യഹൂദന്മാരത് പഠിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും യേശു വന്നപ്പോൾ അവർക്കത് സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല.
ആ തിരുവഴുത്തിൽ പറഞ്ഞ മിശിഹായി അവർക്ക് സ്വീകരിക്കാനായിട്ട് പറ്റിയില്ല. കാരണം അവരാ തിരുവഴുത്തുകളെ ശരിയായ രീതിയിൽ ഗ്രഹിച്ചില്ലായിരുന്നു. നമ്മൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് യേശു നേരിട്ട് പറഞ്ഞതാ, ഞാൻ യെരുശലേമിലേക്ക് പോകും, അവിടെ വെച്ച് എന്നെ അവർ പീഡിപ്പിക്കും, എന്നെ കൊല്ലും, ഞാൻ കുരിശിൽ എന്നെ യാഗമായി അർപ്പിക്കപ്പെടും, എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞെങ്കിലും അവർക്കതൊന്നും അപ്പോഴും ഗ്രഹിച്ചിട്ടില്ല. പിന്നീടാണ് യേശു അവർക്ക് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും തന്നെക്കുറിച്ച് എഴുതിയതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവരുടെ ആ യാത്രയിൽ. അപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കുന്നത്. അങ്ങനെയായിരുന്നു അന്നത്തെ യഹൂദന്മാർ പോലും. അവരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിട്ടും അവർക്കത് മനസ്സിലായില്ല. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു അവിശ്വാസം നമുക്ക് ഉണ്ടാകരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എബ്രായ ലേഖനത്തിൽ. ഓക്കെ, ഇത് ഗ്രേറ്റ് കോൺട്രവേഴ്സിയിലെ എഡ്വേർഡ് സിങ്കെ ആൻഡ് റൊണാൾഡ് ഹെഗ്സ്റ്റാഡ് എഴുതിയ ഒരു ദ സെർട്ടനിറ്റി ഓഫ് ദ സെക്കൻഡ് കമ്മിങ്, അതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് അവിടെ എഴുതിയിട്ടാണെന്ന് വായിക്കാം. സമകാലിക മാനുഷിക ചിന്താഗതി സംശയത്തിൽ തുടങ്ങി. സത്യം എന്തെന്ന് അറിയുവാൻ അഥവാ നിശ്ചയിക്കുവാൻ മനുഷ്യർ സകലത്തെയും ചോദ്യം ചെയ്യുന്നു. അഗ്നിപരിശോധനയെ അതിജീവിക്കുന്നവയെ അവർ പാറ പോലെ ഉറപ്പുള്ള സത്യമായി സ്വീകരിക്കുന്നു. അവയിൽ അവർ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. ബൈബിളിന്റെ കാര്യത്തിലും ചിലർ ഈ തത്വം പ്രയോഗിക്കുന്നു. ശാസ്ത്രീയവും ചരിത്രപരവും മനഃശാസ്ത്രപരവും തത്വശാസ്ത്രപരവും പുരാവസ്തു ഭൗമശാസ്ത്രപരവുമായ കാഴ്ചപ്പാടുകളിലൂടെ ബൈബിൾ സത്യങ്ങളെ നിശ്ചയിക്കുവാൻ അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. തിരുവഴുത്തിന്റെ വൈവിധ്യത്തെ സംശയിക്കുന്നതിൽ നിന്ന് തന്നെയാണ് ഈ സംശയം സിദ്ധാന്തം ഉദ്ഭവിക്കുന്നതും വളരുന്നതും തന്നെ. ക്രിസ്തു ചോദിച്ചു, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഓക്കെ, അപ്പോൾ ഇത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഒരു കൊട്ടേഷനാണ് ആ പുസ്തകത്തിലെ. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്ന സംശയങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. ഏത് നമ്മള് ബൈബിളിലെ ഏത് കാര്യം ഉണ്ടെങ്കിലും അവര് ഉടൻ തന്നെ അതിലേക്ക് ചോദ്യങ്ങളാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഇപ്പോ ചെങ്കടൽ പിളർന്ന കാര്യം, ഇതെങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ നടക്കും? അതങ്ങനെ നടക്കാൻ സാധ്യതയില്ലല്ലോ. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ആ സംശയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് അവരെല്ലാ വിധത്തിലും ചോദ്യം, ചരിത്രപരവും മനഃശാസ്ത്രപരവും തത്വശാസ്ത്രപരമായ രീതിയിലെല്ലാം ചോദ്യങ്ങൾ. ഇതെങ്ങനെ ശരിയാകും, എങ്ങനെ നടക്കും, ഇങ്ങനെയുള്ള ചോദ്യത്തിൽ നിന്ന് അവർ ആ സംശയത്തിൽ ഈ രീതിയിൽ ചോദിക്കുമ്പോൾ പലതിനും ഉത്തരം തരാനായിട്ട് പറ്റത്തില്ലായിരിക്കും. അതാണ് പറയുന്നത്, നമ്മൾ വിശ്വാസം ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും പ്രധാനമായിരിക്കും. നമ്മൾ വിശ്വസിക്കണം ഇതിങ്ങനെയായിരുന്നു. ദൈവത്തിന്റെ വചനം പലതും നിറവേറുന്ന നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാം വിശ്വസിക്കുകയാണ്. ഈ വചനത്തിൽ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. സയന്റിഫിക് എവിഡൻസ് ചോദിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാത്തിനും എവിഡൻസ് കിട്ടാൻ സാധ്യതയില്ല. തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ കിട്ടാനായിട്ട് സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കാതെ ഇരിക്കരുത്. കാരണം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മുടെ കൺമുൻപിൽ നിറവേറുന്നതായിട്ടാണ്. നമ്മൾ യേശുവിൻ്റെ ജീവിതം എല്ലാ തിരുവഴുത്തുകളെയും നിവൃത്തിയാക്കാനായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. പിന്നെ യേശു പ്രവചിച്ച ഈ അന്ത്യകാലത്തേക്കുള്ള പലതും ഇപ്പോഴും നിറവേറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളതിൽ എല്ലാത്തിലും വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾക്ക് സംഖ്യാപുസ്തകത്തിലൊരു ഇതുണ്ടല്ലോ, അവര് കനാൻ നാട് ഒറ്റുനോക്കാൻ പോയവരുടെ കാര്യം 13-ാം അധ്യായത്തിൽ 23-33 വരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെന്താണ് വന്ന് പറഞ്ഞു, 12 പേരെ വിട്ടു, എന്നിട്ട് എന്ത് സംഭവിച്ചിരുന്നു? അവർ എസ്കോൾ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോന്നു. ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത മുന്തിരിക്കുല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൾ താഴ്വര എന്ന് പേരായി. അവർ 40 ദിവസം കൊണ്ട് ദേശം ഉറ്റുനോക്കി കഴിഞ്ഞു മടങ്ങി വന്നു. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെയും അടുക്കൽ വന്ന് അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ,
നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവുമുള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യബൂസ്യരും അമ്മോന്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാർ ആകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നു കളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളൊരു വലിയ വിശ്വാസത്യാഗത്തെയാണ് അവിടെ കാണുന്നത്. 12 പേരെ മോശ കനാൻ ദേശത്തേക്ക് ഒറ്റുനോക്കാനായിട്ട് അയക്കുകയാണ്. ഇത് 2 പ്രാവശ്യം ഇതുപോലെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇത് ആദ്യം മോശയുടെ ലീഡർഷിപ്പില് ഓരോ ഗോത്രത്തിൽ നിന്നും 12 പേരെ എടുത്ത് അയക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്ന ജോഷുവയുടെ പുസ്തകത്തില് ഈ സംഭവം ഈ സംഭവത്തിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് അവർക്ക് മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നത്. കാരണം ഈ 12 പേരെ വിട്ടിട്ടും ദൈവം ഇത്രയും അത്ഭുതങ്ങൾ അവരുടെ മുമ്പിൽ കാണിച്ചിട്ട്, ഈജിപ്തിൽ വെച്ചും ഈജിപ്തിൽ നിന്ന് വരുന്ന വഴി എല്ലാം കാണിച്ചിട്ടും അവരാ മനുഷ്യരെ കണ്ടപ്പോഴേക്കും 10 പേരും ദൈവത്തെ അവിശ്വസിക്കാനായത്. നമ്മൾ രക്ഷ പ്രാപിക്കില്ല, ഇതിനെ നമുക്ക് കീഴടക്കാൻ പറ്റത്തില്ല. അവർ ഭയങ്കര യുദ്ധവീരന്മാരാണ്. അവരുടെ കോട്ടകളൊക്കെ ഭയങ്കര മതിലുള്ള വലിയ കോട്ടകളാണ് അവർക്ക്. പിന്നെ എന്തൊക്കെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്? അവർക്ക് പിന്നെ അവര് രാക്ഷസന്മാരാണ്, അല്ലെ മല്ലന്മാരാണ്, നല്ല ബലവാന്മാരാണ്, പിന്നെ നല്ല പ്രാക്ടീസ് ഉള്ളവരാണ്. ഇതൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ നശിച്ചു പോവുകയുള്ളൂ എന്നാണ് അവര് അന്നത്തെ ഇസ്രായേൽ സഭ മുഴുവനുള്ള റിപ്പോർട്ട് അവർ കൊടുത്തത്. പക്ഷെ 2 പേര് മാത്രം ദൈവത്തിന് വേണ്ടി നിന്നു. ജോഷുവയും കാലേബും. എല്ലാവർക്കും അറിയാല്ലേ, അവര് പറഞ്ഞു, ഇല്ല, നമുക്ക് ധൈര്യമായിട്ട് പോവാം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കാൻ? ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇതാണ് പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ, നമുക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് പലപ്പോഴും കാണാം. അപ്പോൾ അതിനു മുമ്പ് മിസ്സസ് വൈറ്റിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, നമ്മുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തെ ദൈവം നടത്തിയ വഴികളെ നമ്മൾ മറക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് എന്നും നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കാനില്ല എന്നാണ്. അത് കൊട്ടേഷൻ്റെ എക്സാക്റ്റ് റെഫറൻസ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇതാണ് ഇത്ര നാൾ അവരെ വഴി നടത്തിയ ദൈവത്തെ പെട്ടെന്നുള്ള ഒരു അപകടം കണ്ടപ്പോഴേക്കും അവര് ത്യജിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അവിശ്വസിച്ചു. ഇതുപോലുള്ള അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ 10 പേരുടെ സൈഡിലേക്ക് ആയി പോകാറുണ്ടല്ലേ. അത് ആയി പോകാതിരിക്കാൻ യേശു എന്ന് പറയുന്ന നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് യേശുവിന് വേണ്ടി, അല്ലെ ദൈവത്തിന് വേണ്ടി നിൽക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. ഇനി നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ശിക്ഷാവിധി എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നമ്മുടെ പാഠത്തിന് തലക്കെട്ട് വ്യാഴാഴ്ചത്തെ ഭാഗം ശിക്ഷാവിധി എന്നാണ്. ആ വാക്കാണ് ഇവിടെ വരേണ്ടിയിരുന്നത്. അതെന്താണ് ന്യായവിധി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിലൊക്കെ അതിൽ നോ കണ്ടംനേഷൻ എന്നാണ്. എന്താണ്, ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കണ്ടംനേഷൻ ഇല്ലെന്നാണ്, എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധി ഇല്ലെന്നാണ് പറയുന്നത്. ന്യായവിധി എല്ലാവർക്കും ഉണ്ട്.
എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിൽ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ എല്ലാവർക്കും ന്യായവിധിയുണ്ട്. പക്ഷെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, ആ നിത്യജീവനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർക്ക് പിന്നെ ശിക്ഷാവിധി ഇല്ലെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ജീവിതം യേശുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരും നമ്മൾ. അപ്പൊ അവർക്ക്, അങ്ങനെയുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. നമ്മൾ റോമർ 8 ഒന്നുകൂടി വായിക്കും. 8 അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. യേശു ആ വ്യഭിചാരിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴും യേശു പറഞ്ഞ, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കരുണയും കൃപയും ദയയും മനസ്സിലും എല്ലാം ഉള്ള ദൈവമാണ്. നമ്മൾ ഏത് പാപത്തിൽ നമ്മൾ വീണു പോയാലും യേശുവിൻ്റെ ആത്മാവിൽ ജനിച്ചവരാണ് പാപം ചെയ്യുന്നില്ല എന്നാണ് 1 യോഹന്നാൻ 3:18 പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ദൃഷ്ടി യേശുവിൽ നിന്ന് മാറ്റുമ്പോൾ, പത്രോസിനെ പോലെ യേശു നടന്നതുപോലെ വെള്ളത്തിൽ നടക്കാമെന്നുള്ള രീതിയിൽ നടന്നത് ധൈര്യത്തോടുകൂടെ. പക്ഷെ ആ നോട്ടം മാറ്റിയതോടുകൂടി അവൻ വീണു പോയതുപോലെ നമ്മളും പലപ്പോഴും വീണു പോകാറുണ്ട്. പക്ഷെ നമുക്ക് അപ്പോഴൊക്കെ ഒരു കാര്യസ്ഥൻ നമ്മുടെ പിതാവിൻ്റെ പക്കലുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ഇതാണ്, ക്രിസ്തേശുവിലുള്ളവർക്ക് ഇപ്പോൾ ശിക്ഷാവിധി ഇല്ല. നമ്മൾക്ക് യാതൊരു ശിക്ഷാവിധി ഇല്ല. അത് ആ വചനം നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കണം. നമ്മൾ ഒരിക്കലും ശിക്ഷാവിധിക്ക് നമ്മളെ ദൈവം വിടുകയില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് മനുഷ്യർ ശിക്ഷാവിധിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ന്യായവിധി വരുന്നത് എന്തുകൊണ്ടാണ്? 3:18 അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഓക്കെ, 36-ാമത്തെ വാക്യം കൂടി വായിക്കേ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. പുത്രനിൽ വിശ്വസിക്കാത്തവന്, കാരണം ദൈവം ഈ ലോകത്തിൽ, നമ്മളെല്ലാവരും പാപത്തിന് അടിമകളായി തീർന്നു, പിശാചിന് അടിമകളായി തീർന്നു. അതെപ്പോഴാണെന്ന് നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ സംഭവിച്ച കാര്യമാണ് അല്ലേ? അവിടെ ഏദൻ തോട്ടത്തിൽ നമ്മളെപ്പോഴും പറയുന്ന അനുസരണക്കേടാണ് സംഭവിച്ചത്. പക്ഷെ അതിനു മുമ്പ്, അനുസരണക്കേടിന് മുമ്പ്, അവർ പഴം പറിച്ച് തിന്നുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? തോട്ടത്തിന്റെ നടുവിൽ വൃക്ഷവുമായി എങ്ങനെ ബന്ധപ്പെടണമെന്നതിന് ഹവ്വയ്ക്ക് ആവശ്യമായ വെളിച്ചം നൽകപ്പെട്ടിരുന്നു. നിങ്ങളത് തിന്നരുത്. അപ്പൊ അത് ഹവ്വയ്ക്കറിയാം. അതുകൊണ്ടാണ് പിശാചി ചോദിച്ചപ്പോൾ ഇത് ഒന്നും തിന്നാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ ഹവ്വ പറഞ്ഞത്, എല്ലാം തിന്നാൻ ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഈ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. പക്ഷെ ആ വെളിച്ചത്തെ ചോദ്യം ചെയ്യാൻ തന്നെ സാത്താൻ ഹവ്വയെ പ്രേരിപ്പിച്ചു. സ്നേഹമാവുന്ന ദൈവം താൻ സൃഷ്ടിച്ച ജീവികളെ നശിപ്പിക്കുകയില്ല എന്ന വാദഗതി കൊണ്ട് ഹവ്വ ദൈവവചനത്തെ പരീക്ഷിച്ചു. അപ്പോൾ ദൈവം, നമ്മൾ സ്നേഹവാനായ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ നമ്മൾ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതാണ് പിശാച് പറഞ്ഞു കൊടുത്തത്. അങ്ങനെയൊന്നും നിങ്ങൾക്ക് സംഭവിക്കും, നിങ്ങൾ മരിക്കുകയൊന്നുമില്ല, ഇത് കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും ദൈവവചനത്തെ ഹവ്വ പരീക്ഷിക്കുകയാണ് ചെയ്തത്. ദൈവം തിന്നരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഹവ്വയ്ക്ക് വേറൊരാളിപ്പോൾ പുതിയൊരു അറിവ് കൊടുക്കുകയാണ്, ഇത് തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നൊക്കെ വേറൊരാൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതാണ് ഹവ്വയ്ക്ക് കൂടുതൽ സ്വീകാര്യമായിട്ട് തോന്നിയത്. ദൈവത്തെ പോലെ ആയിത്തീരാൻ. ശരിക്കും ദൈവത്തെ പോലെയാണ് ദൈവം സൃഷ്ടിച്ചത് അല്ലേ? നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവരെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞാണ് പിതാവും പുത്രനും കൂടി അത് സൃഷ്ടിപ്പ് നടത്തിയത്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? ആ ദൈവത്തിന്റെ സാദൃശ്യം എന്നിലുണ്ട്, അത് ഉണ്ടാകണോ, കണ്ടിന്യൂ ചെയ്യണമെങ്കിലും എന്താണ്, ആ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം അവരുടെ ജീവിതം. ആ ഒരു കണ്ടീഷനിലായിരുന്നത്. അപ്പോഴാണ് ലൈക്ക്നെസ് എപ്പോഴും ഉണ്ടാകുന്നത്, ദൈവത്തിന്റെ സാദൃശ്യം ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ പിശാച് കൊടുത്തത്, നിങ്ങൾക്കും ദൈവത്തെ പോലെ ആകാം, ഇൻഡിപെൻഡന്റ് ഓഫ് ഗോഡ്,
ദൈവത്തിൽ നിന്ന് സ്വതന്ത്രരായിട്ട് ദൈവത്തെ പോലെയാകാം. ദൈവം പറയണതനുസരിക്കാതെ നമുക്ക് ദൈവത്തെ പോലെയായി തീരാം. അതിൽ വിശ്വസിക്കുകയാണ് ചെയ്തത്. സർപ്പം ഇപ്പോൾ പഴം ഭക്ഷിച്ചിട്ടും സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നാണ് മിസ്സസ് വൈറ്റ് എഴുതിയിരിക്കുന്നത്. ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന. സർപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവ്വയായിട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ അവ നോക്കുമ്പോൾ സർപ്പം കഴിച്ചല്ലോ, എന്നിട്ട് അതിനൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ. പക്ഷെ പാമ്പ് പറഞ്ഞത് ശരിയായിരിക്കും, ഞാൻ ഫലം ഭക്ഷിച്ചാൽ ഞാൻ ദൈവത്തെ പോലെ അയക്കാം. വഞ്ചിക്കപ്പെട്ട ഹവ്വ വെളിച്ചത്തിൽ നിന്ന് തിരിഞ്ഞുപോയി, അവരുടെ ഭർത്താവും അതേ വഴി തിരഞ്ഞെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുകയാണ് ആദ്യം ഹവ്വ ചെയ്തത്. പിന്നീടാണ് ആ അവിശ്വാസമാണ് പിന്നെ പാപമായിട്ട് അനുസരണക്കേടായിട്ട് പരിണമിച്ചത്. അപ്പൊ ഇതാണ് അവിടെ നടന്നത്. ഇതിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ, നമ്മളെ മോചിപ്പിക്കാനായിട്ട് ദൈവം തന്നെ, ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ അതേ പ്രകൃതമുള്ള മകനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. അതാണ് ദൈവത്തിന്റെ ചോദ്യം. ഞാൻ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് എൻ്റെ സ്വന്തം പുത്രനെ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ ആ മകനോട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ന്യായവിധിയിലെ ചോദ്യം. അതാണ് ന്യായവിധി. എങ്ങനെയാണ് മനുഷ്യർക്ക് ന്യായവിധി വന്നത്, നമ്മൾക്ക് എന്തിനാണ് ന്യായം വിധിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം രക്ഷാമാർഗം തന്നു. അതിനോട് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? നമ്മൾ അവനെ സ്വീകരിച്ചോ അതോ അവനെ തള്ളിക്കളയും? അതാണ് ന്യായവിധിയിലെ ചോദ്യം. മത്തായി 4:1 തുടങ്ങി 4 വരെ നമ്മൾ വായിക്കുമ്പോൾ പരീക്ഷകൾ ഉണ്ട്. പിശാച് ഒന്ന് വായിക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നതും കദേശ് ബർണയിലും ജനങ്ങൾ ദൈവത്തോട് മത്സരിച്ചത് വെള്ളമില്ലാതിരുന്നപ്പോൾ, അതേപോലെ ആദവും ഹവ്വയും ദൈവത്തോട് മത്സരിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ഇവരുപയോഗിച്ച മനുഷ്യ ചിന്തയുടെ ആയുധം തന്നെയാണ് ക്രിസ്തുവിനും കൈവശമുണ്ടായിരുന്നത്. ക്രിസ്തുവിനും വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാമായിരുന്നു. എന്തുകൊണ്ട് 40 ദിവസം ഞാൻ ഇത്ര സ്നേഹവാനായ ദൈവം തൻ്റെ പുത്രനെ മരുഭൂമിയിൽ 40 രാവും പകലും ഭക്ഷണവും സംരക്ഷണവും ഇല്ലാതെ വിട്ടുകളഞ്ഞത് എന്തിനെന്ന് ക്രിസ്തുവിന് ചോദിക്കാമായിരുന്നു. അതേപോലെ പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുക എന്ന് പറഞ്ഞു. യേശുവിന് വേണമെങ്കിൽ തൻ്റെ പുത്രത്വം തെളിയിക്കായിരുന്നു. ഞാൻ ദൈവപുത്രനാണ് എന്ന് തെളിയിക്കാമായിരുന്നു. ഈ കല്ലിനെ ഞാൻ അപ്പമാക്കി മാറ്റും എന്ന് പറയാമായിരുന്നു. പക്ഷേ അതല്ല യേശു തിരഞ്ഞെടുത്തതല്ല. യേശു ആ മരുഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പേ ദൈവം വെളിപ്പെടുത്തി, നീ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, അല്ലെങ്കിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവിൽ നിന്നുള്ള ശബ്ദം യേശുവിൻ്റെ കാതുകളിലുണ്ട്. പിന്നെ എനിക്ക് വേറൊരുത്തൻ്റെ മുമ്പിലും അത് തെളിയിക്കേണ്ട കാര്യമില്ല. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വസിച്ചിരിക്കുക, പിതാവിൻ്റെ വാക്കുകൾ. അതെനിക്ക് സാത്താൻ്റെ മുമ്പിൽ അത് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അതാണ് ചിന്തയുടെ ഭൗമിക പൈതൃകങ്ങളെ കവിയുന്ന സ്വർഗീയ ചിന്താതലത്തിൽ യേശു പ്രവർത്തിച്ചു. തെറ്റായ ഒരു തീരുമാനത്തിലേക്കുള്ള തൻ്റെ വഴിയെ തിരിച്ച് ന്യായീകരിക്കാൻ യേശുവിന് കഴിയുമായിരുന്നു. പലരും, വിശ്വാസികൾ പോലും പലപ്പോഴും അതാണല്ലോ ചെയ്യുന്നത്. തെറ്റായ ഒരു തീരുമാനം യേശു അവിടെ എടുത്തെങ്കിൽ അതിനെ ന്യായീകരിക്കാനും എന്തെങ്കിലും മാർഗം യേശുവിന് കാണാമായിരുന്നു. ഇപ്പൊ അപ്പം ആക്കി അവന്റെ മുമ്പിൽ വെച്ച് ഈ കല്ലിനെ അപ്പമാക്കായിരുന്നു യേശുവിന്. അത് ചെയ്തിട്ട് വേണമെങ്കിൽ പറയായിരുന്നു, കണ്ടോ അവൻ എന്നെ വെല്ലുവിളിച്ചത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. അവന്റെ മുമ്പിൽ എനിക്ക് തെളിയിക്കണമായിരുന്നു, ഞാൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് യേശുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു. തെറ്റ് ചെയ്തിട്ട് അങ്ങനെ ന്യായീകരിക്കാൻ. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ യേശു അതിലേക്കൊന്നും പോയില്ല. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്, ഞാൻ അവൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴും നമുക്കും ആ വിശ്വാസമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് ഞാനെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. പിന്നെ പിശാചിൻ്റെ
പ്രേരണയ്ക്കൊന്നും നമ്മൾ വഴിപ്പെട്ടു പോകരുത്. ആ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമുക്കത് നിലനിർത്താനായിട്ട് സാധിക്കും. ക്രിസ്തു ആയ നിത്യജീവൻ എന്നിൽ വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിത്യജീവന് യോഗ്യയാണ്. ആ രീതിയിലായിരിക്കും നമ്മൾ ഇവിടുത്തെ ജീവിതം. അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ നിർത്താം. മണിയമ്മ മിസ്സുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, വീണ്ടും ഒരു നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുവചനങ്ങളെ പഠിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. നന്ദിയുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ കേട്ടതായ ഈ പാഠങ്ങളൊക്കെയും അതനുസരിച്ച് ഞങ്ങളുടെ രക്ഷയ്ക്കായി അവിടുന്ന് അയച്ച സ്വപുത്രനിൽ വിശ്വസിച്ച് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ആ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഏവരെയും അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങിലും അങ്ങയുടെ പുത്രനിലും വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ അവിടെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ് എടുത്ത മിസ്സിനെ അവിടുത്തെ കാര്യങ്ങൾ തരുന്നു. സ്വർഗീയമായിരിക്കുന്ന ജ്ഞാനത്താൽ നിറച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാണ് സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.